ഹലോ ഗൈസ്, എന്നോട് 1-2 പേര് ചോദിച്ചു എന്താണ് ഇസുവിന് കഴിക്കാൻ കൊടുക്കുന്നതെന്ന്. ഇസു ഇപ്പൊ ഒരു പ്യുവർ വെജിറ്റേറിയൻ ആണ്. മത്സ്യ മാംസാദികളോട് നെഹി 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 എന്ന് പറഞ്ഞാൽ നെഹി. പതിയെ പതിയെ എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഒരാള് ഫുൾ ബഹളമാണ്. എന്നെ വോയിസ് ഓവർ ചെയ്യാൻ അനുവദിക്കുവോ? പിന്നെ ഞാൻ ഇവൾക്ക് അധികവും ഇപ്പം വെജിറ്റബിൾസ് ആണ് കൊടുക്കാറ്. പുഴുങ്ങി എന്ന് കൊടുക്കും അല്ലേ ഇസു? പുഴുങ്ങി മുഴുവനോടെ അല്ല കേട്ടോ, നന്നായി പുഴുങ്ങി അരച്ചു കൊടുക്കും. വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ ക്യാരറ്റ്, പൊട്ടറ്റോ, സ്വീറ്റ് പൊട്ടറ്റോ, ബ്രോക്കലി ഇതൊക്കെയാണ് ഇതുവരെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫ്രൂട്ട്സിൽ ഞാൻ ആപ്പിൾ പുഴുങ്ങി കൊടുക്കാറുണ്ട്, അവക്കാഡോയും കൊടുക്കാറുണ്ട്. പിന്നെ പഴം കാണുമ്പോൾ എന്തോ സാത്താൻ കുരിശ് കണ്ട പോലെയാ, സോ അത് കൊടുക്കാറില്ല. ഇനിയിപ്പോൾ അധികം മുട്ടയും ചിക്കനൊക്കെ കൊടുത്തു തുടങ്ങണം എന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. ഞാൻ കൊടുക്കുന്ന ഫുഡ് തന്നെ നിങ്ങൾ കൊടുക്കണമെന്നൊന്നുമില്ല. പക്ഷെ എന്ത് കൊടുത്താലും ഒരു 3 ദിവസം അടുപ്പിച്ച് ആ ഫുഡ് തന്നെ കൊടുക്കാൻ ശ്രമിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ പിള്ളേർക്ക് എന്തെങ്കിലും അലർജി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് കാര്യം, ഒരു കാരണവശാലും ഷുഗർ, സോൾട്ട്, ഹണി ഇത് പിള്ളേർക്ക് കൊടുക്കരുത്. 1 വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് കൊടുക്കരുത്. എന്തൊക്കെയോ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അത്രേ. നമുക്കിവിടെ ബേബി ഉണ്ടായി കഴിയുമ്പോൾ ഹെൽത്ത് വിസിറ്റേഴ്സ് വരും കേട്ടോ. എനിക്ക് അവർ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നേ. നമുക്കറിയാത്ത കുറേ കാര്യങ്ങൾ അവർ നമുക്ക് പറഞ്ഞു തരും. കുഞ്ഞ് കരയുമ്പോൾ കരച്ചിൽ മാറ്റാൻ വേണ്ടി നമ്മൾ കുഞ്ഞിനെ എടുത്ത് കുലുക്കൂലേ, അത് പക്ഷെ കുഞ്ഞിന് നല്ലതല്ല. അത് ഇവര് പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. അതുപോലെ തന്നെ ഈ ഷുഗർ, സോൾട്ട്, ഹണിയുടെ കാര്യം ഇവര് പറഞ്ഞാൽ ഞാൻ അറിഞ്ഞത്. നമ്മുടെ നാട്ടിലെ അമ്മച്ചിമാരൊക്കെ പറയില്ലേ, ആ കുറുക്കിൽ കുറച്ച് ഉപ്പും പഞ്ചാരയൊക്കെ ഇട്ട് കൊടുക്കുന്നേ, പിള്ളേര് വായി കൊള്ളാന്ന് വല്ലതും കഴിക്കട്ടെ എന്ന്. ഡോണ്ടു. പിന്നെ പശു മിൽക്ക് അത്ര നല്ലതല്ലെങ്കിലും കേട് നല്ലതാണ്. അത് ഞാൻ ഇവളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. ആദ്യം ഞാൻ 1 നേരം ആ ഫുഡ് കൊടുത്തു തുടങ്ങിയത്, പിന്നെ അത് 2 നേരം ആക്കി. ഇപ്പൊ അത് ഞാൻ 3 നേരം കൊടുക്കാറുണ്ട്, ചെറുതായിട്ട്, ചെറിയ തോതിൽ. ഇതിപ്പോ ഇത്രയും കേട് ഞാൻ ഇവൾക്ക് കൊടുത്തിരിക്കുന്നത് എന്താന്ന് വെച്ചാല് അത് മുഴുവൻ അവളുടെ വയറ്റിൽ പോവില്ല, പോകുന്നത് പോട്ടേന്ന് വിചാരിച്ചിട്ടാ. ഇതുവരെ ഫുഡ് കഴിപ്പിക്കാൻ വലിയ യുദ്ധമൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇനിയും അങ്ങനെ തന്നെ ആയാൽ മതിയായിരുന്നു. അവൾ ഇൻഡിപെൻഡന്റ് ആയി കഴിച്ച് ശീലിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഈ ചെയർ മേടിച്ചത്. ഇതിപ്പോ നിലത്ത് വെക്കാം, കസേരയിൽ വെക്കാം, ടേബിളിന്റെ മുകളിൽ വെക്കാം. നമുക്ക് ഫാമിലി ഡിന്നർ ഒക്കെ ഒന്നിച്ചിരുന്ന് കഴിക്കാം. ഇത് കണ്ടിട്ട് അവൾ ഇപ്പോഴേ ഇൻഡിപെൻഡന്റ് ആയി കഴിച്ചു തുടങ്ങിയെന്നൊന്നും തെറ്റിദ്ധരിക്കരുത്. അവളെല്ലാം ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് വരുന്നതേ ഉള്ളൂ. നിങ്ങൾ കേട്ടിട്ടില്ലേ, ലിറ്റിൽ ബൈ ലിറ്റിൽ ആൻഡ് ലേറ്റർ എ ലിറ്റിൽ ബിക്കംസ് എ ലോട്ട്. അത്രേ ഉള്ളൂ കാര്യം. പച്ച മലയാളത്തിൽ പല തുള്ളി പെരുവെള്ളം. അപ്പൊ ഓൾ ദി ബെസ്റ്റ് ടു ദി മോംസ് ഔട്ട് ദർ.